ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം. അപ്പം നമ്മൾ ഒരു ചെറുനാരങ്ങ നീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ച് എടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടിയെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ആ സമയത്ത് നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ഒരു 3 സവോളയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. സവോളയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വേണ്ട ഒരു പേസ്റ്റ് തയ്യാറാക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തക്കാളി, പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക്, എരിവ് ഒരുപാട് വേണ്ട, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല, നമ്മളുടേതായിട്ടുള്ള ഒരു മസാല നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആ മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ നല്ല ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 ഗ്രാമ്പു. ഇനി അതിലേക്ക് വേണ്ടത് വോളായിട്ടുള്ള മല്ലി, അതായത് നമ്മളടുത്ത് മല്ലിയില്ലേ, ആ മല്ലിയാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് കറുവാപ്പട്ടയുടെ ഇല, പിന്നെ ബ്ലാക്ക് ഏലക്ക, ഇത്ര നമ്മൾക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് ഇനി നമ്മൾക്ക് സവോളയും ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇട്ടേക്കുന്നത്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല ഒരു ഇതായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്കിനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അങ്ങ് നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കാരണം നമ്മളത് ബിരിയാണിയുടെ കൂടെ ദം ചെയ്യുമ്പോൾ കുറച്ച് സമയം വെക്കുന്നുണ്ട് ദം ചെയ്യാൻ. അതുകൊണ്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. ശരിക്കും അങ്ങ് ഫുള്ളായിട്ട്, അതായത് 100% നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 50 അല്ലെങ്കിൽ ഒരു 80% മാത്രം കുക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് സവോള ഫ്രൈ ചെയ്യാനും എടുക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് തന്നെ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവോളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ആ സവോളയിലേക്കും കൂടെ കിട്ടും. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് സവോള ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ സവോളയിലേക്കും പിടിക്കും. അപ്പോൾ നമ്മൾക്കിനി സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോളയൊക്കെ ഇവിടെ നമ്മളിപ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ സവോളയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് എണ്ണയും കൂടി ബാലൻസ് ഉണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ഈ ബിരിയാണിക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ആ എണ്ണയിലേക്ക്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ വഴറ്റിയെടുക്കണം. കാരണം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. എന്നാലേ നമ്മളുടെ ബിരിയാണിക്ക്, അല്ല ബിരിയാണി മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ.
നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും പച്ചമുളകും മല്ലിയിലൊക്കെ ആ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നമ്മളിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും തക്കാളി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കനാണ്. നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ചിക്കൻ നമ്മൾക്ക് ഇതിൽ എന്താ പറയുക ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കന് ആ ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ലൊരു സൂപ്പർ സ്മെല്ല് ഈ ടൈമിൽ നമുക്ക് കിട്ടും. ആ സ്മെല്ലെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ്. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ചിക്കനൊക്കെ എടുത്തങ്ങ് കഴിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ചിക്കൻ ഫുള്ള് കുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ അതിലേക്കൊരു കുറച്ച് ബിരിയാണി മസാല, അത് ബോംബെ ബിരിയാണി മസാലയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു സ്മെല്ലിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമായിട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂൺ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബോംബെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ബിരിയാണി എന്ന് പറയുന്നത് ഒരു ബോംബെ ടച്ചുള്ളൊരു ബിരിയാണി. അത് ബോംബെ ബിരിയാണിയുടെ ആ ഒരു സെയിം അല്ല, ഏകദേശം അതേപോലെ ഒരു ബിരിയാണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളുടെ സിഗ്നേച്ചർ റെസിപ്പിയാണ്. ഞങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു റെസിപ്പി ആട്ടോ ഇത്. നിങ്ങളെല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ ഫേവറിറ്റ് ബിരിയാണിയാണ്. ഈ ബിരിയാണി മാത്രം എനിക്ക് എത്ര ടൈം കഴിച്ചാലും ഒരു മടുപ്പും തോന്നാറില്ല ആക്ച്വലി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. തൈരും ചേർക്കുന്നത് നമ്മൾ ചിക്കൻ ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഒരു നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. എന്നാലും ചെറിയൊരു പുളിക്ക് കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ബിരിയാണിക്കുള്ള ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നല്ല സൂപ്പർ സ്മെല്ലാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് സത്യമാണെന്നുള്ളത്. ഈ ഗ്രേവീൻ്റെ സ്മെല്ലുണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്തൊരു സ്മെല്ലാണ്. ഞാൻ പല ബിരിയാണി ഞങ്ങൾ ഇവിടെ തന്നെ പല ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, പിന്നെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി ഇത് തന്നെയാണ്. അതിനിപ്പോൾ ഏതൊക്കെ ബിരിയാണി കഴിച്ചാലും എൻ്റെ ഫേവറേറ്റ് ഈ ബിരിയാണി തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട്. നമ്മൾക്ക് ഈ മസാല ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ബിരിയാണിക്ക് വേണ്ട റൈസ് കുറച്ച് മുന്നേ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ലോങ് റൈസാണ് എടുത്തേക്കുന്നത്. നമ്മൾക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്കൊരു 3 ഏലക്കായ ഇട്ട്, പിന്നെ 3 ഗ്രാമ്പൂ, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു മസാല, ആ മസാലക്കൂട്ട് കുറച്ച് ഇടണം. പിന്നെ കറുവാപ്പട്ടയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസൊക്കെ സ്റ്റിക്കാവാണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളൊരു 3 പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നത്. അതായത് ആ റൈസിന് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് ഇനി നമ്മൾക്കതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് റൈസ് എല്ലാം ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വെന്ത് വരുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ റൈസ് നമ്മൾ ഫുൾ 100% കുക്ക് ചെയ്തെടുക്കുന്നില്ല. കാരണം നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ റൈസ് ബാക്കി വേകും. അതുകൊണ്ട് നമ്മളൊരു 80%, ഒരു 80% മാത്രം നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ റൈസ്
റൈസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തിട്ടിരുന്ന ആ കറുവാപ്പട്ടയിലയും മല്ലിയിലയും ഏലക്കയും ഒക്കെ നമ്മളിപ്പോൾ എടുത്ത് കളയുന്നുണ്ട്. കാരണം ഓൾറെഡി ആ റൈസിലേക്ക് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ആ റൈസിൽ വെന്ത സമയത്ത്. അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തു. ഇനി നമ്മൾക്ക് റൈസ് ഒന്ന് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന അടിപൊളി ഗ്രേവിയിലേക്ക് റൈസ് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ റൈസ് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഗ്രേവിയുടെ ആ ഒരു സ്മെല്ലും ഇതുമെല്ലാം റൈസിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിക്കും. അതുകൊണ്ടാണ് ചൂടോടെ തന്നെ നമ്മൾ റൈസ് ആ ഗ്രേവിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നമ്മൾ പൊടിച്ചെടുത്ത നമ്മളുടെ ആ ഒരു മസാല ഉണ്ടല്ലോ അതും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കേവട വാട്ടറാണ്. ഈ കേവട വാട്ടർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് അതായത് നോർത്ത് ഇന്ത്യൻ ബിരിയാണീസിലൊക്കെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കേവട വാട്ടർ. അപ്പോൾ നമ്മൾ ഈ കേവട വാട്ടർ 2-3 ഡ്രോപ്പ് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക സ്മെല്ലാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് കേവട വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സെയിം ആദ്യം ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഒനിയനും മല്ലിയിലയും നമ്മളുടെ ആ മസാല പൗഡറും ഒക്കെ കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഇനി ബിരിയാണി ദം ചെയ്യാൻ പോകും. ബിരിയാണി ദം ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെയാണ് ദം ചെയ്യുന്നത്. സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബിരിയാണി പാത്രം വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പം നമ്മൾ 10 മിനിറ്റാണ് ബിരിയാണി ദം ചെയ്യുന്നത്. 10 മിനിറ്റിൽ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ബിരിയാണി ദം ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് നല്ല ടൈറ്റായിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പം നമുക്കിനി ബിരിയാണി ദം ചെയ്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ ഒരു സ്മെല്ല് നമ്മൾക്ക് കിട്ടും. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ബിരിയാണി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ ബിരിയാണി കഴിക്കുന്നത് വെറുതെ നല്ല കട്ട തൈരിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. വേറെ സലാഡോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ ബിരിയാണി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.